ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ഇറങ്ങാൻ ഒരു മാസം കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ എന്ന് വരുമെന്നുള്ള ചോദ്യമാണ്. ഈ വാരം തന്നെ ഉണ്ടാകും സിനിമയുടെ ട്രെയിലർ എന്നുള്ളതാണ് ഉറപ്പിക്കാൻ കഴിയുന്നത്. ഏറെക്കുറെ ഈ ഒരു ആഴ്ചയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരും. എന്താണേലും ഒരു മികച്ച ട്രെയിലറിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആവശ്യമില്ല. ദൃശ്യം 1ഉം 2ഉം കണ്ടവർക്കറിയാം ഈ ഒരു സിനിമ ഏത് റേഞ്ചിലുള്ളതാണ് എന്നുള്ളത്. എന്താണേലും ഇതിനോടകം തന്നെ റെക്കോർഡ് തുകയ്ക്കാണ് സിനിമ എല്ലാ മേഖലയിലും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിനിമ റിലീസിന് മുമ്പ് തന്നെ 200 കോടി എത്തുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. ഒരുപക്ഷെ സിനിമ 500 കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമാകാനും ചാൻസുകളേറെയാണ്. എന്തായാലും ദൃശ്യം 3 ഒപ്പം തന്നെ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൃശ്യം 4 ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്തയും വരുന്നു. വേറെ ഒന്നുമല്ല, ഗണേഷ് കുമാറുമായിട്ടുള്ള ആ ഒരു അഭിമുഖത്തിൽ പുറത്തു വന്ന വാക്കുകളിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഇളകി മറിയുമ്പോൾ ദൃശ്യം 3യിലും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു കൗതുകകരമായി തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ദൃശ്യം എൻഡിങ് സേതുരാമയ്യർ വന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണെങ്കിൽ അതൊരു രസകരമായ കാര്യം തന്നെയായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ ഭാവനയിൽ മെനഞ്ഞു വിടുന്നതാണെങ്കിലും വേണമെങ്കിൽ ജിത്തു ജോസഫിന് ഒന്ന് ചിന്തിക്കാവുന്ന കാര്യം മാത്രമാണ്. മമ്മൂട്ടി നായകനായി എത്തുന്ന കണ്ണൂർ സ്ക്വാഡിൻ്റെ 2ാം ഭാഗം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. വേറെ ഒന്നുമല്ല, സിനിമയുടെ എല്ലാ കാര്യങ്ങളും ലോക്കായത്, സ്ക്രിപ്റ്റ് ലോക്കായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണേലും ഇവിടെ ഉറപ്പിക്കുകയാണ്. വലിയ താമസമില്ലാതെ തന്നെ ഈ വർഷം തന്നെ സിനിമ തുടങ്ങും എന്നുള്ളത്. എന്താണേലും കണ്ണൂർ സ്ക്വാഡ് എന്നുള്ളത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ്. മമ്മൂട്ടി സിനിമകളിൽ ഏറെയും എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രവുമായിരുന്നു ഇത്. എന്താണെങ്കിലും അതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ടീം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. എന്തായാലും അതിന് വലിയ താമസമില്ലാതെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ആരംഭിക്കും. ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ വരുന്നത്. ഏറെക്കുറെ വിശ്വസനീയമെന്ന് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ കണ്ണൂർ സ്ക്വാഡ് 2 ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അത് സാധാരണ സിനിമകളിലെ പോലെ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോൾ 2ാം ഭാഗം എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു വിശ്വസിച്ചെങ്കിൽ ഇന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറുന്നു. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേ മീഡിയാസ്.